വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS SSLCയിലെ ഇംഗ്ലീഷിലെ 9ാമത്തെ അധ്യായമായിട്ടുള്ള 9 ഗോൾഡ് മെഡൽസ് എന്ന് പറയുന്ന അധ്യായമാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ പറയാനുള്ളത്. 9 ഗോൾഡ് മെഡൽസ് എന്ന് പറയുന്ന അധ്യായം ഒരു പോയമാണ്. അത് എഴുതിയിട്ടുള്ള പോയറ്റ് എന്ന് പറയുന്നത് ഡേവിഡ് ലീ റോത്ത് എന്ന് പറയുന്ന അമേരിക്കൻ പോയറ്റ് ആണ്. ഓക്കെ, ഈ ഒരു പോയത്തിന്റെ സമ്മറി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മത്സരത്തിന് പങ്കെടുക്കുന്നതും കോമ്പറ്റീഷൻ ഫൈറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമാണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഒരു പോയമാണ് നമ്മുടെ 9 ഗോൾഡ് മെഡൽസ് എന്ന് പറയുന്ന പോയം. ഇതിൽ പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് പോയറ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് അമേരിക്കൻ പോയറ്റ് ആണ്. ജനിച്ചിട്ടുള്ളത് 1956 1956 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ 69 വയസ്സാണുള്ളത്. മ്യൂസിഷ്യനാണ്, അറിയപ്പെട്ട മ്യൂസിഷ്യനാണ്, സിംഗറാണ്, സോങ് റൈറ്ററുമാണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്, അതുപോലെ ആക്ടറും ഓതറും കൂടിയാണ് അല്ലെ. എല്ലാ കഴിവുകളും സമ്മേളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ പോയറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോയത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പോയറ്റ് നമ്മുടെ കവി ഒരു ദിവസം സ്പെഷ്യൽ ഒളിമ്പിക് കാണാൻ വേണ്ടി പോവുകയാണ്. സ്പെഷ്യൽ ഒളിമ്പിക് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ആബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒളിമ്പിക് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആ ഒരു വേദിയിലേക്ക് കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കവി പറഞ്ഞു തരുന്നത്. ഒരുപാട് വേദികൾ, ഒരുപാട് കാഴ്ചക്കാരുള്ള സ്പെക്ടാറ്റേഴ്സ് കൂടി നിൽക്കുന്ന വേദിയിൽ ഫിസിക്കലി ആബിൾഡ് ആയിട്ടുള്ള ഒരുപാട് മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരത്തില് മാസങ്ങളോളം ട്രെയിൻ ചെയ്തിട്ടുള്ള, ഒരുപാട് പരിശീലനം നടത്തി, ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളിൽ നെയ്തു കൂട്ടിയ മത്സരാർത്ഥികളാണ് ആ ഒരു മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ വന്നു. 100 യാർഡ്സ് ഓട്ടമാണ് നടക്കുന്നത്. ഒരു യാർഡ്സ് എന്ന് പറയുമ്പോൾ 3 അടിയാണ്. ഓക്കെ, 3 ഫീറ്റാണ്. അങ്ങനെ മത്സരം നടക്കാൻ സമയമായപ്പോ വെടി വെക്കാണ്. ഓക്കെ, അങ്ങനെ ഈ ആളുകൾ ഓടുന്ന സന്ദർഭത്തില് മത്സരാർത്ഥിയിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മത്സരാർത്ഥി നിലത്തി വീഴുകയാണ്. 9 പേരാണ് മത്സരിക്കുന്നത്. അതിൽ ഒരു വ്യക്തി വീഴുമ്പോൾ ബാക്കി എല്ലാവരും കൂടെ ആ ഒരു മത്സരാർത്ഥിനെ എണീപ്പിച്ച് ഒരുപോലെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന, അവർ എല്ലാവരും കൈ കോർത്തിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന ഒരു പോയമാണ് ഈ പോയത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് 9 ഗോൾഡ് മെഡൽസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി വീണപ്പോൾ ബാക്കി 8 പേരും കൂടി ആ വ്യക്തിയെ പിടിച്ചെണീപ്പിച്ച് കൈ കോർത്ത് എല്ലാവരും കൂടെ മത്സരം ഫിനിഷ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഒരു മത്സരാർത്ഥി വീഴുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും, അവന് ഒരുപാട് വേദനകൾ ഉണ്ടാകും. അതെല്ലാം ഈ കവിതയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഭാഗം തന്നെ പറയുന്നത് ദ അത്ലറ്റിക്സ് ഹാഡ് കം ഫ്രം ഓൾ ഓവർ ദ കൺട്രി ടു റൺ ഫോർ ദ ഗോൾഡ്, ഫോർ ദ സിൽവർ ആൻഡ് ബ്രോൺസ് അല്ലെ. സ്വർണത്തിനും വെങ്കലത്തിനും വെള്ളിക്കും വേണ്ടിയൊക്കെയാണ്, ഓടാൻ വേണ്ടിയാണ് ഓരോ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മത്സരാർത്ഥികൾ എത്തിയിട്ടുള്ളത്. മാത്രമല്ല മെനി വീക്സ് ആൻഡ് മന്ത്സ് ഓഫ് ട്രെയിനിങ് ഓൾ കമ്മിങ് ഡൗൺ ടു ദീസ് ഗെയിംസ് അല്ലെ. മാസങ്ങളോളം, ആഴ്ചകളോളം പരിശീലനം നടത്തിയിട്ടാണ് അവരെത്തിയിട്ടുള്ളത്. അതുപോലെ ദ സ്പെക്ടാറ്റേഴ്സ് ഗാദേർഡ് അറൌണ്ട് ദ ഹോൾ ഫീൽഡ് ടു ചീർ ഓൺ ഓൾ ദ യങ് വുമൻ ആൻഡ് മെൻ ദ ഫൈനൽ ഇവന്റ്സ് ഓഫ് ദ ഡേ. ആ ഒരു ഫൈനൽ മത്സരം കാണാൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്പെക്ടാറ്റേഴ്സ്, കാഴ്ചക്കാർ കൂടിയിട്ടുണ്ട്. അങ്ങനെ മത്സരം നടന്ന് അവസാനം ആ മത്സരാർത്ഥി വീഴുകയും ആ ബാക്കിയുള്ള 8 പേരും കൂടെ ഒരുപോലെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന ഒരു രംഗമാണ് കവി ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ വളരെ രസകരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു കവിതയിൽ പറയുന്നത്. ഒരു സ്പെഷ്യൽ ഒളിമ്പിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിസിക്കലി മെന്റലി ആബിൾഡ് ആയിട്ടുള്ള ഒരുപാട് മത്സരാർത്ഥികൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അതിനെ കുറിച്ചൊക്കെയാണ് നമ്മളുടെ കവി ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോട്ടീസ് ഹൗ ദ വേർഡ്സ് സ്റ്റംബിൾഡ് ആൻഡ് സ്ട്രഗിൾഡ് ഇൻ ദ ലൈൻ ഓഫ് 3 stanza 4 go together find similar pair of the words and stanza 5. Okay, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എല്ലാ മത്സരത്തിലും മത്സരാർത്ഥി നിലത്ത് വീഴുമ്പോൾ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വേദനകളെ കുറിച്ചാണ് ആ ഒരു വേർഡ്സിൽ പറയുന്നത്.
ഓക്കെ. അതുപോലെ the word exploded is used for the firing of the pistol. What does the phrase so did the runners in line 2 of stanza 4? Okay, അതായത് സാധാരണ നമ്മൾ മത്സരം തുടങ്ങുമ്പോൾ വിസിലാണ് അടിക്കാറ് അല്ലെ, വിസിൽ ഊതലാണ്. ഇവിടെ പിസ്റ്റല്, ഒരുപാട് മത്സരാർത്ഥികളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഒളിമ്പിക് മത്സരമാണ്. അപ്പോൾ അവിടെ പിസ്റ്റൽ അടിച്ചപ്പോഴാണ് മത്സരാർത്ഥികൾ ഓടിയിട്ടുള്ളത്. ആ ഒരു ഭാഗമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു 9ാമത്തെ അധ്യായത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി കൂടുതൽ പഠിക്കാനും അറിയുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കാണാൻ പറ്റിയ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നമ്മളുടെ സ്വന്തം ആപ്പിലൂടെ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു ടു ഓൾ.